ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തില് വ്യവസായം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയിലെ വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വ്യവസായം എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പരുത്തി വ്യവസായം, ചണം വ്യവസായം, കശുവണ്ടി വ്യവസായം, അങ്ങനെ പല വ്യവസായങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ വ്യവസായവും അതൊക്കെ എവിടെയാണ് കൂടുതൽ ചെയ്യുന്നതും എവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്, ഏത് സംസ്ഥാനത്താണ്, ഏത് രാജ്യത്താണ്, അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത്, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖല ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മേഖലയായിരുന്നു പ്രത്യേക സാമ്പത്തിക മേഖല. ഇംഗ്ലീഷിൽ അതിന് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറയും. അതായത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖലയാണ് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. ഇതില് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏതാന്ന് ചോദിച്ചിരുന്നാൽ കാട്ട്ലയാണ് കേട്ടോ. ഗുജറാത്തിലെ കാട്ട്ലയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. അതില് ഇന്ത്യയുടെ ആ കാട്ട്ലയ്ക്ക് ഇപ്പൊ പറയുന്ന പേര് ദീൻ ദയാൽ എന്നാണ് കേട്ടോ. അതായത് കാട്ട്ലയുടെ പേര് ഇപ്പൊ മാറ്റിയിട്ട് പുതിയ പേരിട്ടത് ദീൻ ദയാൽ എന്നാണ്. എന്താണ് ഈ ദീൻ ദയാൽ അല്ലെങ്കിൽ എന്താണ് കാട്ട്ല? ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കാട്ട്ല, ഗുജറാത്തിലാണ് ഈ കാട്ട്ല എന്ന് പറയുന്നത്. കാട്ട്ലയ്ക്ക് പുതിയ പേര് ദീൻ ദയാൽ എന്നാണ്. ഇനി വ്യവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണെന്നറിയോ? വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുകയുണ്ടായത്. ഈ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. ഇനി ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് എന്താണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിട്ടുള്ള സാധനം തുണിത്തരങ്ങളായിരുന്നു. തുണിത്തരങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുകയുണ്ടായത്. പരമ്പരാഗതമായി തന്നെ ഇന്ത്യ തെക്കയിൽ നിന്നുള്ള മുസ്ലിം വസ്ത്രങ്ങളും സൂററ്റിലെ ഗോൾഡൻ സാരി എംബ്രോയിഡറികൾക്കും കാലിക്കറ്റിലെ കലിക്കോക്കുകൾക്കും പ്രസിദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. പരമ്പരാഗതമായി തന്നെ നമ്മുടെ ഇന്ത്യ ഡെക്കയിൽ നിന്നുള്ള മുസ്ലിം വസ്ത്രങ്ങൾക്കും സൂററ്റിലെ ഗോൾഡൻ സാരി എംബ്രോയിഡറികൾക്കും കാലിക്കറ്റിലെ കലിക്കോക്കുകൾക്കും പ്രസിദ്ധമായിരുന്നു എന്ന് പോലും. ഇനി ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് നമ്മുടെ ആരായിരിക്കും? ഇപ്പോഴും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരിലുള്ള പല കമ്പനികളും കാര്യങ്ങളും ഇന്നും നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രസിദ്ധമായത്. അതായത് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയാണ്. ഇപ്പോഴും ടാറ്റ കമ്പനി നിലനിൽക്കുന്നു അല്ലേ? ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റ അല്ലെങ്കിൽ ജംഷഡ്ജി ടാറ്റാജി എന്നൊക്കെയാണ് പറയുക. അത് ടാറ്റ, അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഈ ജംഷഡ്പൂർ എന്നൊക്കെ പറഞ്ഞ പേര് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ISL ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ ജംഷഡ്പൂർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് തന്നെ ആദ്യം മനസ്സിലാക്കിയതുണ്ട്. പക്ഷെ ജംഷഡ്പൂരിനൊക്കെ ഒരുപാട് പാരമ്പര്യങ്ങളും അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം മാത്രമല്ല, പല പോയിന്റ്സും ജംഷഡ്പൂരിനെ പറ്റിയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജംഷഡ്പൂർ. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏതാണെന്നറിയോ? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്, BIS. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്വർണ്ണമൊക്കെ മേടിക്കുന്ന സമയത്ത് BIS മുദ്രയുള്ള സ്വർണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം എന്നറിയോ? വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരമാണ് ഈ BIS എന്ന് പറയുന്നത്. BISന്റെ ഫുൾ ഫോം ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇനി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്ന വർഷം 1987 ഏപ്രിൽ 1-ാം തീയതിയാണ്. എന്നാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്നത്? 1987 ഏപ്രിൽ 1-ന്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ബോർഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫിനാൻഷ്യൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് BIFR സ്ഥാപിതമായ വർഷം എന്നാണ് പറയുന്നത് 1987 കേട്ടോ. എന്താ ഒന്നുകൂടി ഞാൻ പറയാം. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ
റീകൺസ്ട്രിയേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു. പക്ഷെ എന്താണെന്നറിയോ, മലയാളത്തിലെ ഇതിൽ PSC എഴുതി വരത്തുള്ളൂ. അപ്പൊ പിന്നെ മലയാളം പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് എന്നാണ് സ്ഥാപിതമായത്? 1987 സ്ഥാപിതമായത്. എക്സ്ക്യൂസ് മീ, വൈഫൈ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. ബോർഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രിയേഷൻ സ്ഥാപിതമായത് എന്നാണ്? 1987. അതേപോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്ഥാപിതമായത് 1987. രണ്ടും ഒരേ വർഷങ്ങളിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ആരാന്നറിയോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ശ്യാം പ്രസാദ് മുഖർജി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി എന്ന് പറയുന്നത് ശ്യാം പ്രസാദ് മുഖർജി ആയിരുന്നു. നമുക്ക് ഏവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേരാണല്ലോ അല്ലെ, ശ്യാം പ്രസാദ് മുഖർജി. അപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖലയാണ് എന്ത്? പ്രത്യേക സാമ്പത്തിക മേഖല. ഇംഗ്ലീഷിലൊക്കെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയും. ഇന്ത്യയിൽ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കാട്ട്ലയിലാണ്. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത്. കാട്ട്ല എവിടെയാണ്? ഗുജറാത്തിൽ. കാട്ട്ലയുടെ പുതിയ പേരോ ദീൻ ദയാൽ എന്നാണ് പുതിയ പേര്. വ്യവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടിലാണ് വ്യവസായിക വിപ്ലവം ആരംഭിച്ചത്. വ്യവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ടോ? 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് വ്യവസായിക വിപ്ലവം ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്തായിരുന്നു? തുണിത്തരങ്ങളായിരുന്നു. പരമ്പരാഗതമായി തന്നെ ഇന്ത്യ ധാക്കയിൽ നിന്നുള്ള മുസ്ലിം വസ്ത്രങ്ങളും സൂററ്റിലെ ഗോൾഡൻ സാരി എംബ്രോയിഡറികൾക്കും കാലിക്കറ്റിലെ കാലിക്കോട്ടുകൾക്കും പ്രസിദ്ധമായിരുന്നു. അതേപോലെ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ജംഷഡ്ജി ടാറ്റയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാണ് എന്ത്? ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം എന്നറിയപ്പെടുന്നതോ? ജംഷഡ്പൂർ ആണ്. ഇനി അടുത്തത്, വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് എന്ത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. ഞാൻ പറഞ്ഞല്ലോ, BIS മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യത്തിലൊക്കെ നമ്മൾ കാണുമല്ലോ അല്ലെ. അതേപോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്ന വർഷമോ? 1987 ഏപ്രിൽ 1-നാണ്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ആരായിരുന്നു? ശ്യാം പ്രസാദ് മുഖർജി ആയിരുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരുത്തി തുണി വ്യവസായമാണ്. എന്ത്? പരുത്തി തുണി വ്യവസായം. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെയാണെന്ന് അറിയോ? സിന്ധു നദീതട നിവാസികളാണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. സിന്ധു നദീതട നിവാസികൾ അവരാണ് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് എന്ത്? ഈ പരുത്തി തുണി വ്യവസായം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ്. പരുത്തിയുടെ ജന്മദേശം ഏതാണെന്ന് അറിയോ? നമ്മുടെ സ്വന്തം ഇന്ത്യ. നമ്മളുടെ ഇന്ത്യയിലാണ് പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. പരുത്തിക്ക് വിശേഷിപ്പിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഫൈബർ കേട്ടോ. ഇതില് പരുത്തിയുടെ ശാസ്ത്രീയ നാമമാണ് ഗോസിപ്പിയം ഹിർസൂട്ടം. എന്താണ്? ഗോസിപ്പിയം ഹിർസൂട്ടം എന്നാണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗോസിപ്പിയം ഹിർസൂട്ടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിൽ 2-ാം സ്ഥാനത്ത് ചൈനയാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയും, 2-ാം സ്ഥാനത്തിൽ എന്താണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്? ചൈനയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്ന് പറയുന്നത് ഈ പരുത്തി വ്യവസായമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലോ? ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിൽ തന്നെ ഇന്ത്യയാണ്. പക്ഷെ അതിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. പിന്നെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. പക്ഷെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് എന്താണ്? മുംബൈ ആണ്. ഗുജറാത്തും മുംബൈ മാറരുത്. ഇനി അടുത്തത് കേരളത്തിലാണെങ്കിലോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? പാലക്കാടാണ് കേട്ടോ കേരളത്തിൽ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോ പരുത്തിയിലെ മെയിൻ ആയിട്ട് മനസ്സിലായി?
ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള സംസ്ഥാനത്തിൽ ഏതിലാണ്? ഗുജറാത്തില്. അതുപോലെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് എന്താണ്? മുംബൈ. കേരളത്തിലാണെങ്കിലോ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടം എന്നാണെന്നറിയോ? തിരുവിതാംകൂറിലെ അത് തന്നെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വർഷം 1981 കൊല്ലത്ത് വെച്ചിട്ടാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് കൊല്ലം. 1881. 1881. നേരത്തെ പറഞ്ഞ ഇയർ തെറ്റിപ്പോയി തോന്നുന്നു അല്ലെ. 1881 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് കൊല്ലം. 1881. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഏതാണെന്നറിയോ? ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മാഞ്ചസ്റ്റർ. മാഞ്ചസ്റ്റർ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡൻ എന്നായിരുന്നു കേട്ടോ. സിൻഡൻ. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡൻ എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം 1918. 1818. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം എന്നാണ്? 1818. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും. പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊല്ലത്താണ് 1881 എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അത് തിരുവിതാംകൂറിലാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊല്ലത്താണ് 1881. എന്നാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1818. അതിപ്പോ എന്താണ്? തിരുവിതാംകൂറിന്റെ ഡേറ്റും ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഡേറ്റും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ടല്ലോ. ഒന്ന് 1881 ആണെങ്കിൽ ഒന്ന് 1818. 81 തിരിച്ചിട്ടാൽ എന്തായി? 18 അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണെന്നറിയോ? കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് കേട്ടോ. ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് 1854 മുംബൈയിൽ വെച്ചിട്ടാണ്. പിന്നെ ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം ഹരിയാനയിലെ പാനിപ്പത്താണ് ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം ഏതാണ്? ഹരിയാനയിലെ പാനിപ്പത്ത്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നതോ? അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പൊ പരുത്തി തുണി വ്യവസായം ഇതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെയാണ്? സിന്ധു നദീതട നിവാസികളാണ്. സിന്ധു നദീതട നിവാസികളാണ് ലോകത്തിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? ഗോസിപ്പിയം ഹിർസൂട്ടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമോ? ചൈന. ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമോ? ഗുജറാത്ത്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കൊല്ലം. 1881. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? മാഞ്ചസ്റ്റർ. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡൻ. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം എന്നാണ്? 1818. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയായിരുന്നു? ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്, കൊൽക്കത്തയിൽ. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായതോ? ആധുനിക രീതിയിലുള്ള തുണിമില്ല് സ്ഥാപിതമായത് മുംബൈയിലാണ് 1854. ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്, ഹരിയാനയില്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നതോ? അഹമ്മദാബാദ്. ഇത്രയും ഫാക്ട്സ് ആണ് എന്താണ് പരുത്തിയെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ചണം നോക്കല്ലേ. ചണം വ്യവസായം, പരുത്തി വ്യവസായം കഴിഞ്ഞു. ഇനി അടുത്ത് ചണം വ്യവസായമാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തിയും ഏറ്റവും കൂടുതൽ ചണവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരി ഇനമാണ് എന്ത്? ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരി ഇനമാണ് ചണം.
ചണം എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ ഫൈബറോ അതേതാണ്? പരുത്തിയാണ്. അപ്പൊ ഗോൾഡൻ ഫൈബർ ചണം, മാറിപ്പോരുത്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. ചണം ഉൽപാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ചണം ഉൽപാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിതമായത് റിഷ്റ എന്ന് പറയുന്നിടത്താണ്. 1855 ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? റിഷ്റ, 1855. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് 1971. 1971 ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. എവിടെയാണ്? ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ചണം വ്യവസായം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരി ഇനം ഏതാണ്? ചണം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമോ? കൊൽക്കത്ത. ചണം ഉൽപാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിതമായത് റിഷ്റയിലാണ് 1855. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമോ? 1971. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇത്രയുമാണ് ചണം വ്യവസായത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഞ്ചസാര വ്യവസായമാണ് പഠിക്കാൻ പോകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര എവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ബ്രസീലിലാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യമോ? അത് ക്യൂബയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണെങ്കിലും ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. പിന്നെ മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളാണ് നാസിക്, സാൻഗ്ലി, കോൽഹാപൂർ ഇവിടെയൊക്കെ കേട്ടോ. എവിടെ? നാസിക്, സാൻഗ്ലി, കോൽഹാപൂർ ഒക്കെയാണ് മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാം? ഉത്തർപ്രദേശ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ഏതാണ്? ക്യൂബ. പക്ഷെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലായിട്ടാണ് കേട്ടോ. എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതോ? കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം ബേട്ടിയാണ് കേട്ടോ. ബേട്ടിയ, ബീഹാറിലെ ബേട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം എന്ന് പറയുന്നത്. അത് സ്ഥാപിതമായത് 1840 കേട്ടോ. ഇനി ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമാണ് എന്ത്? പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം അത് ഏതാണ്? പഞ്ചസാര വ്യവസായമാണ്. അപ്പൊ പഞ്ചസാര വ്യവസായത്തെ പറ്റി എന്താ പറയുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ബ്രസീലാണ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യമോ? ക്യൂബ. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ ഏതാണ്? നാസിക്, സാംഗ്ലി, കോൽഹാപൂർ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമോ? ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതോ? കാൺപൂരില്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രമോ? ബേട്ടിയ. 1840 ബീഹാറിലാണ് ഇത് സ്ഥാപിതമായത് കേട്ടോ. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമാണ് എന്ത്? പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഏതാ പഠിക്കുന്നതെന്ന് അറിയാം? പട്ടുനൂൽ അഥവാ സിൽക്ക് വ്യവസായം. പട്ടുനൂലിന് പറയുന്ന മറ്റൊരു പേരാണ് സിൽക്ക്. പട്ടുനൂൽ അഥവാ സിൽക്ക് വ്യവസായം.
അതെ, പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണെന്നറിയോ? ചൈനയ്ക്കാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കുമാണ്. ഒന്നാം സ്ഥാനം ചൈനയെങ്കിൽ രണ്ടാം സ്ഥാനം ഇന്ത്യയാണ് പട്ടുനൂലിന്റെ കാര്യത്തിൽ. സോറി. പട്ടുനൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. പട്ടുനൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സിൽക്കാണ്, അതിന്റെ പേരാണ് മുഗ സിൽക്ക് കേട്ടോ. എന്ത്? ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സിൽക്കിന് പറയുന്ന പേര് മുഗ സിൽക്ക് എന്നാണ്. മുഗ സിൽക്ക്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് കേട്ടോ. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഇതാണ് പട്ടുനൂൽ അഥവാ സിൽക്ക് വ്യവസായത്തെ പറ്റി പറയുന്നത്. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമോ? ഇന്ത്യ. പട്ടുനൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. അതേപോലെ തന്നെ ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സിൽക്കിന് പറയുന്ന പേരെന്താണ്? മുഗ സിൽക്ക്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നതോ? ബാംഗ്ലൂരിലാണ്. അടുത്ത നമ്മൾ തേയില വ്യവസായമാണ് പറയാൻ പോകുന്നത്. ഏത്? തേയില വ്യവസായം. ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത് ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയൊക്കെയാണ്? ഡാർജിലിംഗ്, ആസാം, നീലഗിരി. ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത് ഡാർജിലിംഗ്, ആസാം, നീലഗിരി എന്നിവിടങ്ങളിലാണ്. തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത്? ആസാം കേട്ടോ. തേയിലയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയോ? കമേലിയ സൈനസിസ്. എന്താണ്? കമേലിയ സൈനസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രീയ നാമം. കമേലിയ സൈനസിസ്. ഇന്ത്യ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് 1940-കളിൽ ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഇന്ത്യ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് എന്നാണ്? 1940-കളിലാണ്. അത് ആരംഭിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. പിൽക്കാലത്ത് ഇതിന്റെ പ്രവർത്തനം നിലച്ചപ്പോൾ AK ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് 1940-കളിൽ ബ്രിട്ടീഷുകാരാണ്. പിൽക്കാലത്ത് ഇതിന്റെ പ്രവർത്തനം നിലച്ചപ്പോൾ AK ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു. ആദ്യ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് 1957 ഡിസംബർ 27 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ആദ്യ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണ്? 1957 ഡിസംബർ 27 ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അപ്പൊ തേയില വ്യവസായം ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത് ഡാർജിലിംഗ്, ആസാം, നീലഗിരി എന്നിവിടങ്ങളിലാണ്. തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാം ആണ്. തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സൈനസിസ് എന്നാണ്. ഇന്ത്യ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് 1940-കളിൽ ബ്രിട്ടീഷുകാരാണ്. പിൽക്കാലത്ത് ഇതിന്റെ പ്രവർത്തനം നിലച്ചപ്പോൾ AK ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു. ആദ്യ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് 1957 ഡിസംബർ 27 ന്യൂഡൽഹിയിലാണ്. അടുത്ത നമ്മൾ പെട്രോളിയം പിന്നെ പ്രകൃതിവാതകവും, ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ആസാമിലെ ദിഗ്ബോയ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ആസാമിലെ ദിഗ്ബോയ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? ഡെറാഡൂണിലാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഡെറാഡൂൺ. ബ്രൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമോ? ബീഹാർ. ബ്രൗണി എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമോ? ഗുജറാത്തിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തില്. അപ്പൊ പെട്രോളിയം അഥവാ പ്രകൃതിവാതകം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ആസാമിലെ ദിഗ്ബോയ് ആണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനമോ? ഡെറാഡൂൺ. ബ്രൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ.
കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമോ ഗുജറാത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് പെട്രോളിയം അഥവാ പ്രകൃതി വാതകങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ഷീര വ്യവസായമാണ്. ക്ഷീര വ്യവസായം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള രാജ്യം ഏതാ? ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള രാജ്യം? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ളതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി, ഇമ്പോർട്ടന്റ്, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷീരോത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ക്ഷീരോത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ്. ഇനി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, അതെവിടെയാണെന്നറിയോ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആനന്ദിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡയറി റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലോ അത് ഹരിയാനയിലെ കർണാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡയറി റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാലില്. അപ്പൊ ക്ഷീര വ്യവസായം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏതാണ്? ഇന്ത്യ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ക്ഷീരോത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ്? ആനന്ദില്, ഗുജറാത്ത്. നാഷണൽ ഡയറി റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഹരിയാനയിലെ കർണാലില്. എക്സ്ക്യൂസ് മീ. അടുത്ത നമ്മള് പേപ്പർ വ്യവസായമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതമായത് സെറംപൂറിലാണ്. സെറംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതമാകുന്നത് കേട്ടോ. ഈ സെറംപൂർ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് പശ്ചിമ ബംഗാളിലാണ്. ഇത് സ്ഥാപിതമായത് 1812 കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? സെറംപൂരിലാണ്, പശ്ചിമ ബംഗാളില് 1812. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? മധ്യപ്രദേശിലെ നേപ്പാ നഗറിലാണ് കേട്ടോ. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നേപ്പാ നഗറിലാണ്. ആദ്യ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായതും ഈ നേപ്പാർ നഗറിലാണ് കേട്ടോ. ആദ്യ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായതും നേപ്പാർ നഗറിലാണ്. അപ്പം എന്താണ്, ഞാൻ പണ്ട് +2 പഠിക്കുന്ന സമയം ജേർണലിസം കോഴ്സ് ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത്. അപ്പൊ ഒരു മാതൃഭൂമി പത്രമാണോ എന്ന് തോന്നുന്നു, അതോ മലയാള മനോരമയാണോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരു പത്രത്തിന്റെ എന്താണ് പ്രസ് സന്ദർശിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അപ്പൊ രാത്രിയിൽ ആയിരുന്നു അത് ആ അവസരം ലഭിക്കുകയുണ്ടായി. കാരണം രാത്രി പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ ഈ പത്രം അച്ചടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ആ ഒരു പത്രത്തിന്റെ അതൊരു ലോകമാണ് സത്യം പറഞ്ഞാൽ. അത് കാണാൻ സാധിക്കുകയും വലിയ തൂണുകെട്ടുകൾ പോലെ ന്യൂസ് പ്രിന്റുകൾ വലിയ തൂണുകളിലായിട്ട്, അതായത് എത്രയോ അടി ഉയരത്തില് എന്താണ്, അതായത് 25 അടി ഉയരത്തിലൊക്കെയാണ് വലിയ ന്യൂസ് പ്രിന്റിന്റെ തൂണുകൾ കാണാൻ സാധിച്ചത്. ന്യൂസ് പ്രിന്റ് കൊണ്ട് ഉണ്ടാക്കിയ തൂണുകൾ. അതിൽ നിന്ന് അവിടുന്ന് ഇങ്ങനെ മെഷീൻ വഴി പത്രം ഇങ്ങനെ അച്ചടിച്ച് വരുന്നതൊക്കെ കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പൊ ഇത് പേപ്പർ വ്യവസായം എന്ന് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് പേപ്പർ വ്യവസായം എന്താന്ന് നോക്കാം. പേപ്പർ വ്യവസായം, പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായതോ? സെറംപൂരിലാണ്, പശ്ചിമ ബംഗാളിൽ 1812. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ?
നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നതും ആദ്യ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായതും മധ്യപ്രദേശിലെ നേപ്പാനഗറിലാണ്. നേപ്പാനഗർ. അടുത്ത നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം ഏതാണെന്നറിയോ? പോർട്ടോ നോവയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിലാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം എന്ന് പറയുന്നത് 1830. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം ഏതാണ്? പോർട്ടോ നോവ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചതോ? കുൾട്ടിയിലാണ്. പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് 1870 കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല കുൾട്ടിയില്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? ഇന്ത്യൻ നഗരം സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജംഷഡ്പൂർ. ജംഷഡ്പൂരിനെ ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. 1907 എന്നാണ് എന്റെ നിഗമനം. അത് തന്നെ 7 സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. 1970 സ്ഥാപിതമായത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് കമ്പനി, അതിന്റെ ഷോർട്ട് ഫോം ആണ് ടിസ്കോ. TISCO, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് അതിന്റെ ഷോർട്ട് ഫോം എന്താ? ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. ടിസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. എന്നാൽ ടിസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിൽ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. എന്നാൽ ടിസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ ആണ് കേട്ടോ. ബൊക്കാറോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായി ആണ്. ഭിലായി ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണെന്നറിയോ? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം കേട്ടോ. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിന്റെ ഷോർട്ട് ഫോം സെയിൽ എന്ന് പറയും. ദക്ഷിണേന്ത്യയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഏതാ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. അത് 1923 സ്ഥാപിതമായത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് കേട്ടോ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതോ? കർണാടകയിലാണ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശമാണ് ഏത്? പോർട്ടോ നോവ, തമിഴ്നാട്ടിലെ 1830. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചതോ? കുൾട്ടിയില്, പശ്ചിമ ബംഗാള് 1870. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1907. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം, അതേപോലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ജാർഖണ്ഡിലാണ് ജംഷഡ്പൂർ ഉള്ളത് കേട്ടോ. ടിസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതോ? മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റോ? ബൊക്കാറോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായി. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിനെ സെയിൽ എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി, കർണാടകയിലാണ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതോ? അതും കർണാടകയിലാണ്. അടുത്തതായിട്ട് കശുവണ്ടി വ്യവസായമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. കശുവണ്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ്. അപ്പൊ കശുവണ്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊല്ലം. കൊല്ലമാണ് കശുവണ്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂര്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലമാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? കൊല്ലമാണ്. സംസ്ഥാനമല്ല, കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനമോ അതും കൊല്ലം തന്നെയാണ്. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനവും കൊല്ലമാണ്. കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനവും കൊല്ലമാണ്. കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അതിന്റെ ആസ്ഥാനം ഏതാണ്? അതും കൊല്ലമാണ്. കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നറിയോ? മലപ്പുറത്ത് ആനക്കയത്തിലാണ് കേട്ടോ. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രമോ? കർണാടകയിലെ പുട്ടൂരിലാണ്. കർണാടകയിലെ പുട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷന്റെ ആസ്ഥാനം മാടക്കാത്തറ തൃശ്ശൂരിലാണ് കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നതും മലപ്പുറത്തെ ആനക്കയത്താണ്. അപ്പൊ മലപ്പുറത്ത് ആനക്കയത്ത് രണ്ട് കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രവും ഒന്ന് അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ ആനക്കയത്താണ്. ഇത് കുറെ കൺഫ്യൂഷൻ ഫാക്ട്സ് ഇതിലൊക്കെ വരുന്നുണ്ട്. കാരണം കുറെ കൊല്ലം, മഹാരാഷ്ട്ര അങ്ങനെ കൊല്ലമല്ല, കുറെ പേരുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അതേതാണ്? മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? അത് കണ്ണൂരാണ്. കശുവണ്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള സംസ്ഥാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല എന്നാണ് ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതാണ്. പിന്നെ കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ആസ്ഥാനം. പിന്നെ കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം. ഇതൊക്കെ എവിടെയാണ്? കൊല്ലത്താണ്. ഇപ്പൊ കൊല്ലത്തെ പറ്റിയിട്ട് എത്ര പോയിന്റ്സ് കിട്ടി നമുക്ക്? ഏകദേശം 4 പോയിന്റുകളോളം കിട്ടി അല്ലെ? കശുവണ്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല, കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം, പിന്നെ അതേപോലെ കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം. ഇതൊക്കെ എവിടെയാണ്? കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രവും അതേപോലെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മലപ്പുറത്തെ ആനക്കയത്താണ്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രമോ? കർണാടകയിലെ പുട്ടൂരില്. കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷന്റെ ആസ്ഥാനം മാടക്കാത്തറ, തൃശ്ശൂരില്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കശുവണ്ടിയെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത നമുക്ക് കമ്പിളി വ്യവസായം, കമ്പിളിപ്പതുപ്പ് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. കമ്പിളി വ്യവസായം. ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായം ആരംഭിച്ചത് കാൺപൂരിലാണ് 1876. ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? കാൺപൂരിലാണ് 1876. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത്. പവർലൂം കണ്ടെത്തിയത് ആരാന്നറിയോ? പവർലൂം എന്ന് പറയുന്നത് കണ്ടെത്തിയത് എഡ്മണ്ട് കാററ്റ് റൈറ്റ് ആണ് കേട്ടോ. എഡ്മണ്ട് കാററ്റ് റൈറ്റ് ആണ് പവർലൂം കണ്ടെത്തിയത്. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് എന്ത്? സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏതാണ്? ഓസ്ട്രേലിയയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എന്താക്കിയ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? കാൺപൂരിലാണ് 1876. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. പവർലൂം കണ്ടെത്തിയതോ? എഡ്മണ്ട് കാററ്റ് റൈറ്റ് ആണ്.
സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം, അതേപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏതാണ്? ഓസ്ട്രേലിയ. ഇനി മറ്റു പ്രധാന വ്യവസായങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. മറ്റു പ്രധാന വ്യവസായങ്ങൾ എന്ന് പറയുമ്പോഴേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇറ്റലിയിലാണ് കേട്ടോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിന്റെ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് അംബർദീൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് സ്കോട്ട്ലാൻഡിലാണ് കേട്ടോ. സ്കോട്ട്ലാൻഡിലെ അംബർദീൻ എന്ന് പറയുന്ന സ്ഥലമാണ് ലോകത്തിന്റെ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോയിനെ ലോകത്തിന്റെ സംഭരണശാല എന്നാണ് അറിയപ്പെടുന്നത്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ചൈനക്കാരാണ് കേട്ടോ. പട്ട്, കളിമൺ പാത്രങ്ങളൊക്കെ ആദ്യമായിട്ട് നിർമ്മിച്ചത് ചൈനക്കാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഗുജറാത്തില്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? ഫിറോസാബാദിലാണ്. ആഗ്രയിലെ ഫിറോസാബാദിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ലോകത്തിൽ ഏറ്റവും അധികം സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമാക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? ചില്ലിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതോ? മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതോ? കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതോ? കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമല്ല, രാജ്യം കസാക്കിസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനിയാണ് ജാദുഗുഡ ഖനി. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനിയുടെ പേരെന്താണ്? ജാദുഗുഡ ഖനി. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലമാണ് റാണി പോർട്ട്, തമിഴ്നാടിലെ റാണി പോർട്ടാണ് ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത്. പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം ഏതാണെന്നറിയോ? സിദ്രിയാണ്. ജാർഖണ്ഡിലെ 1951 പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രമാണ് സിദ്രി, ജാർഖണ്ഡിലെ 1951. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? അതും സിദ്രി തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നതും ജാർഖണ്ഡിലെ സിദ്രിയിലാണ്. ലോകത്തിലെ പ്രധാന വജ്രഖനി ഏതാണെന്നറിയോ? മധ്യപ്രദേശിലെ പന്നയാണ് കേട്ടോ. പന്ന. ലോകത്തിലെ പ്രധാന വജ്രഖനിയാണ് മധ്യപ്രദേശിലെ പന്ന എന്ന് പറയുന്ന സ്ഥലം. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നറിയോ? ദക്ഷിണാഫ്രിക്കയിലാണ് പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബോട്സ്വാന. ഇപ്പൊ മറ്റു പ്രധാന വ്യവസായങ്ങളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ഇറ്റലിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിന്റെ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് അംബർദീൻ. സ്കോട്ട്ലാൻഡിലെ അംബർദീൻ ആണ് ലോകത്തിന്റെ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യമോ? മെക്സിക്കോയാണ് ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി നിർമ്മിച്ചത് ലോകത്തിൽ ഏറ്റവും അധികം സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇതൊക്കെ ഏതാണ്? ചൈനയാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നതോ ഫിറോസാബാദ്. ആഗ്രയിലെ ഫിറോസാബാദിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ചില്ലി. ചില്ലിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമോ? കർണാടക. കർണാടകയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമോ? അത് കസാക്കിസ്ഥാൻ ആണ്. കസാക്കിസ്ഥാനിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനിയാണ് ജാദുഗുഡ ഖനി. ജാദുഗുഡ ഖനിയാണ് യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനി. ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലമാണ് റാണി പോർട്ട്. തമിഴ്നാട്ടിലെ റാണി പോർട്ടാണ് ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം. പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം ഏതാണ്? സിദ്രി. ജാർഖണ്ഡിലെ സിദ്രിയാണ് പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത്. 1951. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഏതാണ്? സിദ്രി തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന വജ്രഖനിയോ മധ്യപ്രദേശിലെ പന്നയാണ്. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യമോ? ബോട്സ്വാന. ബോട്സ്വാനയിലാണ് പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് ഇന്ത്യയിലെ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഏതൊക്കെയാന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യ കോട്ടൺ മിൽ എവിടെയായിരുന്നു എന്ന് അറിയോ? ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. ഇന്ത്യയിലെ ആദ്യ കോട്ടൺ മിൽ എവിടെയായിരുന്നു? ഫോർട്ട് ഗ്ലോസ്റ്റർ. ആദ്യ പേപ്പർ മില്ലോ? സറംപൂർ. ആദ്യ ചണമില്ല്? റിഷ്ട്ര. ആദ്യ സിമന്റ് ഫാക്ടറി? ചെന്നൈ. ആദ്യ ന്യൂസ് പേപ്പർ ഫാക്ടറി? നേപ്പാനഗർ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എടുത്തു പറയുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്, പ്രധാനമായിട്ടും വന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ആദ്യ കോട്ടൺ മില്ല് ഏതാ? ഫോർട്ട് ഗ്ലോസ്റ്റർ. ആദ്യ പേപ്പർ മില്ല് സറംപൂർ. ആദ്യ ചണമില്ല് റിഷ്ട്ര. ആദ്യ സിമന്റ് ഫാക്ടറി ചെന്നൈ. ആദ്യ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാനഗറില്. അടുത്തതായിട്ട് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത്? ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അതില് സ്റ്റീൽ പ്ലാന്റിന്റെ പേരാണ് ദുർഗാപൂർ. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. അതിന് സഹകരിച്ച രാജ്യമോ? ബ്രിട്ടൻ. അപ്പം ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കാൻ സഹകരിച്ച രാജ്യം ബ്രിട്ടൻ. രണ്ടാമത്തെ സ്റ്റീൽ പ്ലാന്റ് ആണ് റുക്കേല. അതിന്റെ സംസ്ഥാനം ഏതാ? റുക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. റുക്കേല സ്റ്റീൽ പ്ലാന്റ് വരാൻ സഹകരിച്ച രാജ്യം ജർമ്മനി. അടുത്ത സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സഹകരിച്ച രാജ്യം റഷ്യയാണ്. ഭിലായിൽ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡില്. സഹകരിച്ച രാജ്യം റഷ്യ. അടുത്ത സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. സഹകരിച്ച രാജ്യവും റഷ്യ തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി നോക്കാം. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. സഹകരിച്ച രാജ്യം ബ്രിട്ടൻ. റുക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. സഹകരിച്ച രാജ്യം ജർമ്മനി. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഛത്തീസ്ഗഡ്. സഹകരിച്ച രാജ്യം റഷ്യ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. സഹകരിച്ച രാജ്യവും റഷ്യ. ഇനി നമുക്ക് അടുത്തത് മഹാരത്ന മിനിരത്ന. ഇതാണ് കേട്ടോ പറയാൻ പോകുന്നത്. മഹാരത്ന ആൻഡ് മിനിരത്ന. എന്താണ് മഹാരത്ന ആൻഡ് മിനിരത്ന?
ഇന്ത്യയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 10 എണ്ണമാണ് കേട്ടോ. ഇന്ത്യയില് മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? 10 ആണ്. ഏറ്റവും അവസാനമായി മഹാരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയവും പവർ ഗ്രിഡ് കോർപ്പറേഷനും. ഏറ്റവും അവസാനമായി മഹാരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയവും പവർ ഗ്രിഡ് കോർപ്പറേഷനും. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും പവർ ഗ്രിഡ് കോർപ്പറേഷനത്തിനും മഹാരത്ന പദവി ലഭിച്ച വർഷം 2019 ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും പവർ ഗ്രിഡ് കോർപ്പറേഷനും മഹാരത്ന പദവി ലഭിച്ച വർഷം ഏതാണ്? 2019. എക്സ്ക്യൂസ് മീ. തുടർച്ചയായി 3 വർഷങ്ങളിൽ ലാഭം നേടുകയും ആ വർഷങ്ങൾക്കുള്ളിൽ 30 കോടി രൂപയിലേറെ മൊത്ത ലാഭം നേടുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പദവിയാണ് മിനിരത്ന എന്ന് പറയുന്നത്. തുടർച്ചയായി 3 വർഷങ്ങളിൽ ലാഭം നേടുകയും ആ വർഷങ്ങൾക്കുള്ളിൽ 30 കോടി രൂപയിലേറെ മൊത്ത ലാഭം നേടുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പദവി എനിക്ക് പറയുന്നത് എന്താണ്? മിനിരത്ന. ഒന്നുകൂടി നോക്കാം, എന്താണ് മഹാരത്ന ആൻഡ് മിനിരത്ന. ഇന്ത്യയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണമാണ് 10 അത് ഏറ്റവും അവസാനമായി മഹാരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയവും പവർ ഗ്രിഡ് കോർപ്പറേഷനും. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും പവർ ഗ്രിഡ് കോർപ്പറേഷനും മഹാരത്ന പദവി ലഭിച്ച വർഷം 2019. തുടർച്ചയായി 3 വർഷങ്ങളിൽ ലാഭം നേടുകയും ആ വർഷങ്ങൾക്കുള്ളിൽ 30 കോടി രൂപയിലേറെ മൊത്ത ലാഭം നേടുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പദവിയാണ് മിനിരത്ന. അടുത്തത് മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, NTPC Limited, Oil and Natural Gas Corporation Limited, Steel Authority of India Limited, BCCL, Hindustan Petroleum Corporation Limited, Power Grid Corporation of India Limited. ഇതൊക്കെയാണ് എന്ത് മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ ലിമിറ്റഡ്, Indian Oil Corporation Limited, NTPC Limited, Oil and Natural Gas Corporation Limited, Steel Authority of India Limited, BCL, Hindustan Petroleum Corporation Limited, Power Grid Corporation of India Limited. ഇതൊക്കെയാണ് ഭാരത് രത്ന പദവിയിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വ്യവസായങ്ങൾ, പ്രശസ്തമായ നഗരങ്ങളും. ഇതില് ഫിറോസാബാദ്, ഉത്തർപ്രദേശിലാണ് ഫിറോസാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഗ്ലാസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. ഫിറോസാബാദിലെ എന്താണ് വ്യവസായം എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലാസ് ആണ്. അപ്പൊ ഫിറോസാബാദ് എവിടെയാ? ഉത്തർപ്രദേശിൽ. അടുത്തത് ലുധിയാന, പഞ്ചാബിലെ ലുധിയാനയിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് സൈക്കിൾ ആണ്. ലുധിയാന സൈക്കിള്. ജലന്ധർ, പഞ്ചാബില് തന്നെയാണ് ജലന്ധർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന വ്യവസായം ഏതാണ്? സ്പോർട്സ് ഉപകരണങ്ങളാണ്. പഞ്ചാബില് ജലന്ധർ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് സ്പോർട്സ് ഉപകരണങ്ങൾ. അടുത്ത സിദ്രി, എവിടെയാണ്? ജാർഖണ്ഡിൽ. അവിടെ ഏറ്റവും കൂടുതൽ രാസവളമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജാർഖണ്ഡിലെ സിദ്രിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാസവളം. അടുത്തത് മഹാരാഷ്ട്രയിലെ പിംപ്രി, പിംപ്രിയിലോ പെൻസിലിൻ ആണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പിംപ്രിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായമാണ് പെൻസിലിൻ. അടുത്തത് പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചിലെ ഏറ്റവും കൂടുതൽ കൽക്കരിയാണ് റാണിഗഞ്ചിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ അസൻസോൾ എന്ന് പറയുന്ന ഇടത്തും കൽക്കരിയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അസൻസോൾ കൽക്കരി. ദരിവാൾ, പഞ്ചാബിലെ ദരിവാളില് കമ്പിളിയാണ് ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത്. പഞ്ചാബിലെ ദരിവാൾ ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത് ഏതാണ്? കമ്പിളി. അടുത്തത് ഗേത്രി, രാജസ്ഥാനിലെ ഗേത്രിയിൽ ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത് ഏതാ? ചെമ്പാണ് ഗേത്രിയിൽ ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത്. ചമ്പൽപൂരിൽ, മധ്യപ്രദേശിലെ ചമ്പൽപൂരിൽ ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത് ലെൻസ് ആണ് ചമ്പൽപൂരിൽ ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്നത്. അപ്പം ഇതൊന്നുകൂടി നോക്കാം.
വ്യവസായങ്ങൾ പ്രശസ്തമായ നഗരങ്ങളിൽ ഫിറോസാബാദിലെ ഗ്ലാസ്, ലുധിയാനയിൽ സൈക്കിൾ, ജലന്ധറിലെ സ്പോർട്സ് ഉപകരണങ്ങൾ, സിദ്രിയിൽ രാസവളം, പിംപ്രിയില് പെൻസിലിൻ, റാഡിഗച്ചില് കൽക്കരി, അസൻസോളിലും കൽക്കരി, ദരിവാളില് കമ്പിളി, ഗേത്രിയില് ചെമ്പ്, ചമ്പൽപൂരില് ലെൻസ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയോ? കർണാടകയാണ് ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തേയിലത്തോട്ടമോ? ആസാമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂർ ആണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്ററോ? ജപ്പാനിലെ ഒസാക്കയാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ജപ്പാനിലെ ഒസാക്ക. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം കർണാടക, ഇന്ത്യയുടെ തേയിലത്തോട്ടം ആസാം, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇന്ത്യൻ ജോഗ്രഫിയിലെ വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 16 പേജോളം വരുന്നുണ്ട്. ഇതിലെ പല ഫാക്ട്സുകളും കാര്യങ്ങളും അങ്ങനെ ഒക്കെ ആയിട്ട്. പക്ഷെ ചെറിയ ചെറിയ കണ്ടോ ക്യാപ്സ്യൂൾ പോയിന്റ്സ് എന്ന രീതിയിലാണ് ഞാൻ ഈ ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ വോയിസ് കേട്ടോണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്താണ് ആദ്യം ക്ലാസ് കണ്ടതിന് ശേഷം പിന്നെ ഈ ഒരു PDF വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടിരുന്നല്ലോ അല്ലെ, അതിനുശേഷം ഈ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പഴയ ക്ലാസ്സിലും വെച്ചാൽ അടുത്തടുത്ത ക്ലാസ്സിലും ഒക്കെ ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താ നല്ലതുപോലെ പഠിക്കുക. എന്താണ് ഈ ഒരു കശുവണ്ടിയുടെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കുറെ കൺഫ്യൂഷൻ ഫാക്ട്സ് വരുന്നത് കൊണ്ടാണ്. അത് നന്നായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഓൾ. താങ്ക് യു.